ഹായ് ഫ്രണ്ട്സ്, SA വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇത് നമ്മൾ കുക്കറിലാണ് വെച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി ഇത്രയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് സവാള ആവശ്യമുണ്ട്. ആവശ്യത്തിന് സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മൂന്നും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ആവശ്യമായ പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. സവോള നമുക്ക് അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം സവോളയും എല്ലാം കൂടെ കൂട്ടി ഇളക്കി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചാറാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് തിളച്ച് വരട്ടെ. അതിപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എല്ലാം കൂടി നമ്മൾ മിക്സാക്കി കൊടുത്ത് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ മസാല കൂട്ടും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം, കുക്കറിലേക്ക്. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വേകാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് ചാറൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.